10ാം ക്ലാസ്സിലെയും +2ലെയും മാർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആരായിത്തീരണമെന്ന് തീരുമാനിക്കുന്നില്ല. അതെല്ലാം ജസ്റ്റ് മാർക്ക് വാങ്ങി ഇവിടെ ഷെൽഫിൽ എടുത്ത് വെക്കാവുന്ന പേപ്പർ മാത്രമാണ്. നല്ല മാർക്ക് വാങ്ങിച്ചവൻ വളരെ വലിയ ലെവലിൽ എത്തുന്നു, മാർക്ക് കുറവുള്ളവൻ എവിടെ എത്തില്ല എന്നൊന്നുമില്ല. ഞാൻ പഠിച്ചത് കൊണ്ടല്ല, എൻ്റെ കൂടുതലുള്ളവർക്ക് എന്നേക്കാൾ പഠിക്കാനുള്ള കഴിവില്ല ഞാൻ പോലും. അത്രയേ ഉള്ളൂ. ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമില്ല എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് പഠിപ്പിക്കുന്ന ടീച്ചർ മാത്രമാണ്. നീ ഒരു അധ്യാപകനാകാൻ താല്പര്യപ്പെടുന്നവനല്ലേ, ഈ തുടങ്ങിയിട്ടില്ലല്ലോ, ഈയെക്കുറിച്ച് ആറാവുന്ന എനിക്കൊന്ന് കാണണം. ഇതാണ് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്. താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് വീട്ടിൽ വരുന്നത് വരെ എൻ്റെ ഉള്ളിൽ ഫുള്ള് ഫയറായിരുന്നു. അന്ന് എനിക്ക് 25 വയസ്സാണ്. തൊട്ടടുത്ത ദിവസം ഞാൻ അതേ സ്ഥാപനത്തിൽ പോവുകയാണ്. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയെന്ന് പറയണമല്ലോ. സാറെന്നെ പഠിപ്പിക്കുന്ന സാറിനെ കേട്ടോ ഞങ്ങൾ വന്നത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും സാറെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വെറും 3 ദിവസം കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി തത്തമംഗലം മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് സിഗ്നേച്ചർ ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബോർഡ് നിങ്ങൾ കാണും, കണ്ടാൽ നിങ്ങൾ അതിനകത്ത് കയറിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 15 ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് 6:30-ക്ക് ഇറങ്ങി. അതുവരെ ഒരു റൂട്ടിൽ വന്നിട്ടില്ല. 7:10 ഞാൻ സ്ഥാപനത്തിൽ കയറി വരും. സ്റ്റെയർ കേസ് കയറി പെട്ടെന്ന് എൻ്റെ ഹാളിലോട്ട് കയറുമ്പോൾ 2 സൈഡുള്ള ബെഞ്ചും ഡെസ്കിലും ഫുൾ ആൾക്കാർ. 50 പേര് എണിച്ച് നിന്ന് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് എന്നെ വരവേറ്റ നടുവിലൂടെ പോയ ഒരു നാട്ടത്തമുണ്ട്. ഏത് സമയത്ത് എക്സാം വെക്കുന്നത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, നിന്നെ ഞാൻ അതിന് റെഡിയാക്കി തരും. ഇവിടെ നിങ്ങൾ സമയം ചെലവഴിച്ച് എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന മുഴുവൻ ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിക്കേണ്ട, ലൈവിൽ തന്നെ ഇരുന്ന് പഠിപ്പിച്ചു തരും. അറിയില്ല നാളത്തെ എക്സാമിന് ഏതൊക്കെ വരുമെന്നോ എങ്ങനെയാണ് എഴുതേണ്ടതെന്നോ ഒന്നും മനസ്സിലായിട്ടുമില്ല. ആൻസർ എഴുതേണ്ടത് എന്താണെന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ചാപ്റ്ററിൻ്റെ പേര് പോലും അറിയില്ല. പ്രശ്നമേ ഇല്ല. ഒരു രാത്രി കൊണ്ട് അവരിലേക്ക് അത് എത്തിക്കാൻ പറ്റും. ഇപ്പോഴും പറയാറുണ്ട്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് താനൊക്കെ എവിടെയായിരുന്നതോ. അപ്പോൾ ഇത് വലിയമ്മ കുഞ്ഞമ്മ വലിയമ്മ കുഞ്ഞമ്മ. സാർ മുകളിൽ വട്ടം ഇടുന്നില്ല. ഞാൻ മുകളിൽ വട്ടം ഇട്ടത് പരുന്തിന് പറക്കാൻ. കൊമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ വരെ സയൻസിൻ്റെ ഒരു ഫാനാക്കി മാറ്റിയ ഒരു സാർ ഇവിടെ ഉണ്ട്. വേറെ ആരല്ല, നമ്മുടെ സൈലത്തിലെ മാധവ് ദാസ് ചേട്ടൻ. അങ്ങനെ പറഞ്ഞാലാണ് എല്ലാവർക്കും ഹെവി ഒന്നുമില്ല, ഇത് ലൈറ്റാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ദാസ് ചേട്ടാ, എന്താണ് ഇങ്ങനെ കുട്ടികളുടെ ഇത്ര ഒരു ഫാൻ ബേസ് ഉണ്ടാവുള്ള ഒരു റീസൺ? അത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ, കുട്ടികളുടെ മനസ്സരിച്ച് കുട്ടികളോട് ചോദിച്ചാൽ കളിക്കാൻ പോകുന്നോ പഠിക്കാൻ പോകുന്നോ ചോദിച്ചാൽ തീർച്ചയായും അവർ കളിക്കുക എന്ന് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. കളിക്കുന്നതിന് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കുന്ന കാര്യം എന്നുകൂടെ അവരിലേക്ക് എത്തിച്ചാൽ വളരെ ഈസി ആയിട്ട് അവർ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. ഇപ്പോൾ ഈവൻ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ടോപ്പിക് അവർ അറിയാതെ ഇരുന്ന് പഠിച്ചു പോകും. മണിക്കൂർ കണക്കുള്ള ക്ലാസ്സുകളാണെങ്കിൽ പോലും അവർ തന്നെ അറിയാതെ ഇരുന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നത്. ഞാൻ അധികം അവരോട് ദേഷ്യപ്പെടാറുണ്ട്. കമന്റ് ബോക്സിൽ വേണ്ടാത്ത ചാറ്റൊക്കെ വരുമ്പോൾ ഇവിടെ കിടന്ന് വേണ്ടാത്ത ഒരു വീഡിയോ അത് ഭയങ്കര വൈറലായ സാരല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സാറ് നല്ല ടെററാണല്ലേ. അല്ല, അത് ആവശ്യ സമയത്ത് മാത്രം കൊടുക്കുന്നതാ. അപ്പോൾ ഏട്ടനായിട്ടും സാറായിട്ടും എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് തന്നെ ശരിയാണെന്ന് തോന്നുമ്പോൾ എക്സാമിന്റെ തലേ ദിവസം വന്നിട്ട് ഇങ്ങനെ ഫ്ലേട്ടിങ് കാണിക്കുന്നതിന് അപ്പുറത്തിരുന്ന് പഠിക്കാം എന്ന് അവർക്ക് തന്നെ തോന്നലുണ്ടാക്കാം. ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട പോലും എന്നോട് ഭയങ്കര ഇഷ്ടം കാണിക്കുന്ന കുട്ടികൾ അവരെല്ലാവരും. ഞാൻ അഥവാ അങ്ങനെ പറഞ്ഞാൽ പോലും സോറി സാർ എന്നാണ് കമന്റ് ബോക്സിലൂടെ അവർ പറയും. അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെയാണ് അവർ ആ കമന്റുകളെല്ലാം ഇടുന്നത്. എന്നിട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞാൽ പോലും തിരിച്ചെന്നോട് സോറി പറയുന്ന ഒരു അത്രത്തോളം ഒരു കണക്ഷനാണ്. എന്തോ ഇഷ്ടമാണ്. ഈ ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? കറക്റ്റ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ട്യൂഷൻ തന്നെയായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. സ്കൂളിൽ ഒരു 4 വർഷം ഉണ്ടായിരുന്നു. ടോട്ടൽ ഒരു 10 വർഷത്തിനടുത്ത് MS പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാ. ഓ അത് ശരി. അപ്പോഴേ സൈഡില് പഠിക്കുന്ന സമയത്ത് സൈഡിൽ ടീച്ചിങ് ഉണ്ടായിരുന്നു. ഈ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്നോട് ഇപ്പോൾ ടീച്ചറാവാൻ താല്പര്യം എന്താ, അല്ലെങ്കിൽ ടീച്ചറാവാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കരിയർ എന്താവെന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആരായിത്തീരും, ആരാവണം എന്നൊന്നും ഞാൻ അത്ര ബോധമായിരുന്നില്ല. ബട്ട് ഒരു കാര്യം ഉറപ്പിച്ചിരുന്ന, ഒരു കാരണവശാലും ടീച്ചർ ആവരുത് എന്നുള്ളത്. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. കാരണം ടീച്ചർ ആവരുതെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് അപ്പോൾ ഉള്ളത്. അപ്പോൾ ഓരോ ടീച്ചേഴ്സിന് എന്തൊക്കെ പറയും സ്റ്റുഡൻസ് എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. ഒരു എക്സാം ഇടുന്ന സമയത്ത് പോലും ഇയാൾ വരാതിരിക്കരുതേ, ഇയാൾക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവണേ, പനിയാവണേ, അല്ലെങ്കിൽ മാർക്കറ്റ് ആയിരുന്ന വഴക്ക് പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലൊക്കെ അങ്ങനെയല്ല. ഇപ്പോൾ സ്റ്റെയർ കേസ് കയറുകയാണെങ്കിൽ പോലും ഇയാളുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സിന് എന്തെല്ലാം പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ പറയരുത്, ഒരു ഭാഗ്യം, ഒരു കാരണവശാലും ഞാൻ എന്താവരുത്, ടീച്ചർ ആവരുത്, ഇവരുടെ എല്ലാം
പ്രാക്കും ചീത്തയും കേൾക്കാൻ വയ്യ എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അങ്ങനെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതല്ല. കാരണം അത്രത്തോളം ചീത്തവിളി കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ ടീച്ചേഴ്സ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ ആവാൻ വേണ്ടി. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇങ്ങനെയായി പറ്റിയത്. അതിലിപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ആക്ച്വലി എന്നെ ഇതിലോട്ട് വരുത്തിച്ചത് തന്നെ. ടീച്ചിങ് ഫീൽഡിലോട്ടോ അതോ ടീച്ചിങ് ഫീൽഡിലോട്ട്. കാരണം ഞാൻ ക്ലാസ് MSc പഠിക്കുന്ന സമയത്ത്, MScയുടെ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ ആളെ ആവശ്യമുണ്ട്, കെമിസ്ട്രിയാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എന്നെ കൊണ്ടൊന്ന് പഠിപ്പിക്കാൻ പറ്റും, നീ വെച്ചേക്കെന്ന് പറഞ്ഞ് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, പോക്കറ്റ് മണി കിട്ടും, മാസം ഒരു എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. കട്ടിയതിന് ശേഷം ഞാൻ ആലോചിച്ചു, കിട്ടുന്നതിനെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സമ്മതിച്ചതാണ്. അങ്ങനെ ആ ഒരു ചെറിയൊരു പോക്കറ്റ് മണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പഠിപ്പിക്കാൻ പോയതാണ്. ഇപ്പോഴും എനിക്ക് ആ ട്യൂഷൻ സെൻ്ററിൽ പോയിട്ട് ആദ്യ ക്ലാസ് എടുത്ത് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഇതേപോലെ ചുരുണ്ട് മുടിയും, ഇങ്ങനെ ഒരു സാർ അവർ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചെക്കനാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് എന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ എക്സെട്രാ ആയിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അതിലാദ്യം ഞാൻ എടുത്ത ടോപ്പിക് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ +2 കെമിസ്ട്രി 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസിൽ റോൾസ് ലോ വെച്ചിട്ടുള്ള ആ ടോപ്പിക്സ് ആണ് പറയുന്നത്. അത് ഞാൻ എന്താണ് എടുത്തതെന്ന് എനിക്കേ അറിയത്തില്ല. ആദ്യ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് പഠിപ്പിച്ചതെന്ന്, ഞാൻ എന്തെല്ലോ പറയുന്നു, ഫ്രണ്ടിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് എന്താണോ, ഞാൻ ഓർക്കുന്നത് എന്തോ, ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തോ, ഇതെല്ലാം ഒരു കണക്ഷൻ ഇല്ലാതെ പോകുമ്പോൾ കുട്ടികളാണ് അതിന് കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിരുന്നു കുട്ടികൾ ശ്രദ്ധിക്കണം. എനിക്കൊരു ട്രാക്കിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇതെന്താ സംഭവം എനിക്ക് ക്ലിയർ ആയിരുന്നില്ല. പക്ഷെ കുട്ടികൾ എന്നോടൊപ്പം നിന്ന് ഓക്കെ സാർ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം എനിക്ക് നടത്തി കാണിച്ചു കൊടുക്കുക എന്നൊരു വാശി കൂടെ എനിക്കുണ്ട്. ആക്ച്വലി ആ വാശിയിൽ ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനാണ്. അച്ഛനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ആ വാശി കൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഞാൻ ഹെവി ആയിട്ട് നല്ലപോലെ തന്നെ എന്താ പറയുക ഹോംവർക്ക് ചെയ്ത് എങ്ങനെ അവർക്ക് എടുക്കണം, എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ വന്നു. അടുത്ത ക്ലാസ്സിൽ ഗംഭീരമായി തന്നെ പെർഫോം ചെയ്ത. ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ക്ലാപ്പ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഈ ഫീൽഡിനോട് ഇഷ്ടം വന്നത്. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം ആ നോളേജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലായി എന്നൊരു അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എനിക്കത് ക്ലിയർ ആണ്, സാർ വന്നപ്പോൾ എനിക്കത് ക്ലിയർ ആയി മനസ്സിലായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് ഭയങ്കരമായിട്ട് അതൊരു ലഹരിയാണെന്ന് പറയാം. ആ ലഹരി ഞാൻ ഈ നിമിഷം വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളി. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയാം, ഞാൻ കെമിസ്ട്രിയിൽ വളരെ വീക്കായിരുന്നു. എനിക്ക് സയൻസ് തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ ഞാൻ ഈ സൈലത്തിൽ സാറിൻ്റെ ഓരോ ഈ ചെറിയ ചെറിയ കോൺസെപ്റ്റ് ഇങ്ങനെ വരില്ലേ വീഡിയോസ്, ഞാൻ അതൊക്കെ ഇരുന്ന് രാത്രിയിലൊക്കെ ഇരുന്ന് കണ്ട് എനിക്ക് ഇന്നേ വരെ കെമിസ്ട്രിയിൽ പല ടോപ്പിക്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ സാർ പഠിപ്പിക്കുന്ന ചില ടോപ്പിക്കൊക്കെ ഞാൻ ഇതായിരുന്നല്ലേ സംഭവം, അങ്ങനെ എനിക്ക് കത്തിയിട്ടുണ്ട്. അത് ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമില്ല എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് പഠിപ്പിക്കുന്ന ടീച്ചർ മാത്രമാണ്. ആ ടീച്ചർ വൃത്തിയായിട്ട് ആ ടോപ്പിക് അവരിലോട്ട് എത്തിച്ചാൽ ഇത്ര വളരെ ഈസിയാണ്, ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അത് കാണിച്ചു കൊടുത്താൽ ആ കുട്ടിക്ക് താല്പര്യപ്പെടും. അതിനപ്പുറത്ത് ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് കാരണം കുട്ടിയല്ല, ഞാനാണ്. എനിക്കതിനുള്ള കഴിവില്ല. ആ കുട്ടിക്ക് ആ ടോപ്പിക്ക് നേരാവണ്ണം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവും. ഏത് ലെവലിലുള്ള ഒരു ചിലപ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പക്ഷേ ഒരു എക്സാമിൻ്റെ ടെൻഷനിലിരിക്കുന്ന, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥി, സ്കൂളിലും നോക്കിയിട്ട് മറ്റേ ട്യൂഷന് പോയിട്ട് ഒന്നും മനസ്സിലാവാത്ത ഒരു വിദ്യാർത്ഥി നമ്മുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ അപ്പോൾ ഞാനത് ആലോചിക്കും, പല ആളുകൾ പറഞ്ഞു കൊടുത്തിട്ട് അവന് മനസ്സിലായിട്ടില്ല, അപ്പോൾ അവന് വേറെ രീതിക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഏതൊക്കെ ട്രിക്സ് ഉപയോഗിക്കാം, ഏതെങ്കിലുമൊക്കെ ഡെയിലി ലൈഫ് എക്സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് വർക്ക് ചെയ്തിട്ട് നിന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രത്തോളം അവർക്കത് താല്പര്യത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ടോപ്പിക്കുമായി ഒരു ബന്ധവുമില്ലാത്ത, സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് പോലും ഇത് മനസ്സിലാവും. സത്യം, ഞാൻ അതിനു വേണ്ടി ഞാൻ എനിക്ക് ആ സാറ് ഞാൻ സാറിൻ്റെ ആ ടോപ്പിക്ക് ഇങ്ങനെ ആ വീഡിയോ കാണുമ്പം അത് ഏത് സബ്ജക്റ്റ് ആണെന്നോ ഏത് പോർഷൻ ആണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ആ പഠിപ്പിക്കുന്ന ആ ഒരു ഇത്തിരി പോർഷൻ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ഞാനിങ്ങനെ ഞാൻ ഓർത്തു ഞാനൊരു വളർന്നു വരേണ്ട സയൻറ്റിസ്റ്റ് ആയിരുന്നു, തല്ലിക്കിടത്തിയതായിരുന്നു. ഇപ്പോഴും പറയാറുണ്ട്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് താനൊക്കെ എവിടെയായിരുന്നോ. ഞാൻ കുറേ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, സാർ ഇല്ലായിരുന്നെങ്കിൽ, സാർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ +2 നല്ല നിലയിൽ പാസ്സായി ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കമന്റ്സ് കാണാറുണ്ട്. അങ്ങനെയുള്ളൊരു സാധനം കേൾക്കുമ്പോൾ അത് ചില്ലറ, അതായത് നമ്മൾ ഒരു കുറച്ച് പേരിൽ നിന്നല്ലല്ലോ, നിങ്ങളുടെ സ്റ്റുഡൻറ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പം ഇത്രയും ആൾക്കാരുടെ അങ്ങനത്തെ റെസ്പോൺസ് കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്താ? ഞാൻ ഓഫ്ലൈനിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു 60 പിള്ളേരുടെ അല്ലെങ്കിൽ 40 കുട്ടികളുടെ മാത്രമാണ്
സാർ സൂപ്പറായിരുന്നു, ക്ലാസ് ഓക്കെയാണ്, മനസ്സിലാവണം എന്നുള്ള കാര്യം അറിയുന്നത്. ഓൺലൈനിലോട്ട് വരുമ്പോൾ ഞാൻ ആക്ച്വലി സൈലത്തിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് ആരംഭിച്ചൊരു ചാനലായിരുന്നു. അത് ആദ്യമൊന്നും നല്ലപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ലപോലെ തന്നെ കുട്ടികളുണ്ടായി. അന്ന് ദിവസം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണത്. കുട്ടികൾക്കത് മനസ്സിലായി എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയുമ്പോൾ ഞാൻ കമൻറ്റ് ഇരുന്ന് വായിക്കാറുണ്ട്. എൻ്റെ ക്ലാസ്സിന് ഞാൻ ഒരുപാട് തവണ കേൾക്കാറുണ്ട്, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നതെന്നൊക്കെ നല്ലപോലെ നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ കൊറോണ സമയം മുതൽ, കൊറോണ വർഷം മുതൽ ഈ വർഷം വരെ ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കമൻറ്റ് ബോക്സിലൂടെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ സ്നേഹം പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലെല്ലാം പുറമേ നിന്ന് അവർക്ക് നേരിട്ട് തരാറുണ്ട്. കൂടുതൽ സെൽഫി എടുക്കുക, എന്നെ കാണുമ്പോൾ ഏത് തിരക്കിലുണ്ടെങ്കിൽ പോലും ഓടി വരിക അടുത്ത്. ആ സ്നേഹം കാണുമ്പോൾ സെലിബ്രിറ്റി ഫീൽ എനിക്ക് ഉണ്ട്. അല്ല, ശരിക്കും ഒരു സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ. ഒരു 10ാം ക്ലാസ് +2 ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ഒരു സെലിബ്രിറ്റി ആണ് ശരിക്കും, അല്ലേ? താങ്ക് യു. എല്ലാം എന്നെ കൊണ്ട് വയ്യാതെ. അറ്റ് എ ടൈം ഏറ്റവും എത്ര സ്റ്റുഡൻസ് വരെ പോയിട്ടുണ്ട് ലൈവില് നമ്മൾക്ക് 25,000-ലധികം വിദ്യാർത്ഥികൾ ഒറ്റ ടൈം വരുന്ന ക്ലാസ്സുകൾ +2 കെമിസ്ട്രി സബ്ജക്ട്. കെമിസ്ട്രി ഞാൻ എടുക്കുന്ന ക്ലാസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ 1.25 ലക്ഷം വിദ്യാർത്ഥികളാണ് എക്സാം എഴുതുന്നത്. ആ ഒരു റേഷ്യോ വെച്ച് എടുക്കുകയാണെങ്കിൽ 25,000 ഡിവൈസിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ക്ലാസ്സിൽ 7 വിദ്യാർത്ഥികളിൽ ഒരാൾ, 7 വിദ്യാർത്ഥികൾ ഒരാൾ ആ ഒരു റേഷ്യോയിൽ എന്തുണ്ട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. കമ്പൈൻ സ്റ്റഡി ആണെങ്കിലോ 25,000 ഡിവൈസസ് ആണ്. ഇപ്പോൾ കമ്പൈൻ സ്റ്റഡി പറഞ്ഞാൽ ഒരു TV ഓൺ ചെയ്ത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ 4-5 പേരുണ്ടാവും, ഒരു ഫോൺ ആണെങ്കിൽ പോലും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 40,000-ലധികം വിദ്യാർത്ഥികൾ അറ്റ് ടൈം ഇരുന്ന് കാണുന്നുണ്ട്. ഇതൊരു റെക്കോർഡല്ലേ സത്യം പറഞ്ഞാൽ? ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ ചരിത്രം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. പക്ഷേ താഴത്തെ ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സിലേക്കാണ് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എക്സാം എഴുതുന്നത്. 9ാം ക്ലാസ്സിൽ അതുപോലെ തന്നെയാണ്. അവിടെയൊക്കെ നല്ലപോലെ തന്നെ 50,000-ന് വ്യൂസ് വന്നിട്ടുള്ള ലൈവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം, സാർ മാരീഡ് ആണെന്ന് ഞാൻ വളരെ സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് കുറെ കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കി സാർ മാരീഡ് ആണ്. സാർ ഒരു കുട്ടിയുണ്ട്, അല്ലേ? ഫാമിലി പറ്റിയിട്ട് ഒന്ന് പറയാം. മാർക്കറ്റ് ഇടിഞ്ഞു. ഓ, അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്തോ? അതും ഈ പറഞ്ഞ റീൽസിന് ഇടയിൽ ഉണ്ടായിരുന്നു. സാറിന്റെ അക്കൗണ്ട് തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, സാർക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചുണ്ട് കേട്ടോ, കമന്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിരുന്നില്ല. അതെല്ലാം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല, വൈഫിന് വിഷമം ഉണ്ടാവാതിരുന്നാൽ മതി. അതെ, തിരിച്ചങ്ങോട്ട് ചെല്ലണം. അല്ല, അവൾ അതെല്ലാം കമന്റ് എല്ലാം വായിക്കാറുണ്ട്, അവൾ എന്നോടൊപ്പം തന്നെ നിൽക്കാറുണ്ട്, എല്ലാ കാര്യം ഷെയർ ചെയ്യാറുണ്ട്. വളരെ സന്തുഷ്ട കുടുംബം, അടിപൊളിയായി പോകുന്നു. കുറച്ച് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ്. എത്ര വർഷമായിരുന്നു? ആക്ച്വലി ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആയി മാറിയത്. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവാൻ താല്പര്യമില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു ഫാനിന്റെ കീഴിൽ 4 ഫയലിനിടയിൽ പോയി ഇരിക്കാൻ ആ ജോലിയോടുള്ള ഇതൊന്നുമല്ല. ബട്ട് എനിക്ക് താല്പര്യമില്ല. ഓരോരുത്തർക്കും ഓരോന്ന്. സിമ്പിളായി പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കണം എൻ്റെ സാലറി, അത്രയേ ഉള്ളൂ. ഞാൻ മുതലാളി ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ തീരുമാനിക്കണം എൻ്റെ സാലറി എന്താണെന്ന്. അങ്ങനെയുള്ളൊരു കഴിവുള്ള ആളായി മാറണം ഞാൻ. എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യത്തിലോട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഞാൻ എത്ര തന്നെ വർക്ക് ചെയ്താലും എനിക്കൊരു ഫിക്സഡ് സാലറി ആയിരിക്കും. ആ ഒരു സാലറിയിൽ മാസം എന്ത് ചിലവാക്കണം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടു പോകുന്ന ഒരാളായിരിക്കും. എനിക്കതിനപ്പുറത്ത് പ്രൈസ് ടാഗ് നോക്കാതെ സാധനം വാങ്ങാൻ തോന്നുന്നു. പ്രൈസ് ടാഗ് നോക്കാതെ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ സമയം നോക്കാതെ വർക്ക് ചെയ്യാം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മുന്നിലിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചർ ആവണമെന്നൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് കേരളത്തിൽ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ വളരെ ഇഷ്ടമുള്ളൊരു അധ്യാപകൻ എന്നൊരു കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് ഡ്രീമാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഞാനും അഞ്ജുവും കൊറോണ വർഷം സംസാരിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് കഥകളുണ്ട് എനിക്ക്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കാരണം ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ഞാൻ നേരിട്ട ചില അവഗണനകൾ, ചില ചതികൾ, അതിനപ്പുറത്ത് ശാപം, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ട് അതിനെ മോട്ടിവേഷനാക്കി എടുത്ത് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിലടക്കം ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് അടുത്ത വർഷം തന്നെ എൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ വേണ്ടി കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ MSc ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ 6:30 കഴിഞ്ഞിട്ടേ വീടെത്തുള്ളൂ. എങ്കിൽ പോലും 7 മണി തൊട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോഴ്സ് ചെയ്ത് തന്നെ ക്ലാസ് എടുപ്പിക്കേണ്ടത്. അത് എനിക്ക് ഫിസിക്സ് മാത്സ് നന്നായി എടുക്കാൻ അറിയാം. അപ്പോൾ ആ കുട്ടികൾക്ക് അവരാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, വളരെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, പാസ്സാക്കിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വിട്ടതാണ്. അപ്പോൾ അവർക്ക് ഞാൻ നല്ലപോലെ തന്നെ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ സ്കൂളിൽ നല്ല ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്ത് അവരിലൂടെ 1.5 മാസത്തിനുള്ളിൽ തന്നെ വീട്ടിലൊരു 10-40 പിള്ളേർ വരുന്ന ലെവലിലോട്ട് കുട്ടികൾ വന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക്
എൻ്റെ കഴിവ് ഇതാണ്, ഞാൻ ഇതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു തോന്നലുണ്ടാക്കി. അത് നല്ലപോലെ ഫോക്കസ് ചെയ്ത് തൊട്ടടുത്ത വർഷം തന്നെയാണ് ഞാൻ കുറച്ചും കൂടെ ബെഞ്ചും ഡെസ്കും എല്ലാം വെച്ച് വീട്ടിലുള്ള സ്പേസിൽ ഞാൻ ഇടാൻ തുടങ്ങി. വീട്ടിൻ്റെ സ്പേസ് വളരെ കുറവാണ്, എങ്കിൽ പോലും അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് എൻ്റെ നാട്ടിലുള്ള ഏട്ടന്മാർ, ക്ലബിലുള്ള ഏട്ടന്മാർ, അവരൊക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരൊക്കെ ആയിരുന്നു. ഒരു 10 പേര് ടീം ചേർന്നിട്ടൊരു സ്ഥാപനം ആരംഭിക്കുകയാണ്, PSCയുടെ സ്ഥാപനം. അപ്പോൾ അതിനോടൊപ്പം തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷൻ എടുക്കാമെന്നൊരു പ്രോഗ്രാം കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാധവനെ കൂടെ ഇതിലേക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവരെടുത്ത തീരുമാനം ട്യൂഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് മാധവൻ തരികയാണ്. മാധവൻ്റെ ഇപ്പോഴുള്ള +1, +1 +2 10 കുട്ടികൾ അപ്പോൾ വീട്ടിൽ പഠിക്കാൻ വരുന്നുണ്ടല്ലോ, അവർ നേരെ ഈ സ്ഥാപനത്തിലോട്ട് മാറ്റി അതിലൂടെ കുറേ കുട്ടികളേക്ക് വരുത്തിച്ചിട്ട് ട്യൂഷൻ പ്രോഗ്രാം നല്ലപോലെ നോക്കിയതിന് ശേഷം അവർ വാഗ്ദാനം ചെയ്തത് 50% ആണ്. ട്യൂഷൻ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 50% മതി ഞങ്ങൾക്ക്, ബാക്കി 50% അതിനെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആക്ച്വലി അത് വിചാരിച്ചിരിക്കാൻ അങ്ങനെ പറയാൻ തന്നെ കാരണം എന്ന് പറയുന്നത് PSCയിൽ നിന്നാണ്, PSCയിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാര്യമായിട്ട് അതിലാണ് അവർ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ട്യൂഷൻ പ്രോഗ്രാം ചുമ്മാ നടത്തിയാണ്, അതിലൊന്നും കാര്യമായിട്ട് കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവരത് പറയുകയും ചെയ്തു, അതിന് കേൾക്കുകയുണ്ടായി. അവർ ട്യൂഷൻ പ്രോഗ്രാമിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിടത്ത് അതിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക, അതിന് തെളിയിക്കണമെന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സ്റ്റുഡൻസിനെയും കൊണ്ട് ആ സ്ഥാപനത്തിൽ ട്യൂഷൻ നടത്തി ഈ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു. അതിലൂടെ ഒരുപാട് കുട്ടികൾ, അപ്പോൾ റോഡ് സൈഡിലാണ് ഇപ്പോൾ ട്യൂഷൻ സെൻറ്റർ ആയല്ലോ, സ്ഥാപനമായല്ലോ, അപ്പോൾ അതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾ വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് വരുമാനം കുഴപ്പമില്ലാതെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയപ്പോൾ ആ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്ത് ഷെയർ ബുദ്ധിമുട്ടായി. 50%. അത് ഈ 50% ഞങ്ങൾ 10 പേരും കൂടെ ഷെയർ ചെയ്യണം, ബാക്കി 50% മാധവൻ ഒരാൾ എടുക്കുന്നു എന്നുള്ളതാണ്. ആ ഒരാൾ എടുക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ മറ്റുള്ള സബ്ജക്റ്റ് എടുക്കാൻ വേറെ ടീച്ചേഴ്സിനെ വെച്ചാണെങ്കിൽ എൻ്റെ ഷെയർ നിന്ന് പോകും. അപ്പോൾ അതുണ്ടാവേണ്ട, അടുത്ത വർഷം കൂടുതൽ കുട്ടികൾ വരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഒരു അധ്യയന വർഷം ഞാനെടുത്ത മുഴുവൻ ക്ലാസ്സുകളും ഒരു വിശേഷത്തിനോ ഒന്നിന് ഞാൻ ലീവ് എടുക്കാറില്ല. പനി വന്നാൽ പോലും പോയി ക്ലാസ് എടുക്കാറുണ്ട്. കാരണം കുട്ടികളോട് വരാൻ പറഞ്ഞു, വന്ന് എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടാവും. എനിക്ക് പനി എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ അവർ വന്നിട്ട് അവിടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കൃത്യമായി ക്ലാസ് കൊടുത്തേ പറ്റും. അപ്പോൾ 10, +1, +2 ഈ 3 ക്ലാസ്സിലും കൃത്യമായി ടൈം ടേബിൾ വെച്ച് മാറി ഞാൻ ഒരാൾ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് അടുത്ത വർഷം വല്ലതും നേടാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തത്. അടുത്ത വർഷം ആകുമ്പോൾ കളി മാറി. അപ്പോൾ ട്യൂഷൻ പ്രോഗ്രാം നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ മാധവനെ നമുക്ക് ഫാക്കൽറ്റി ആയിട്ട് വെക്കാം, മാസം കൊടുക്കാം, അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ നമ്പർ ഇല്ലാതെ തന്നെ അവർ ട്യൂഷൻ പ്രോഗ്രാമിൻ്റെ പരസ്യവും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ഫ്ലെക്സ് എല്ലാം അടിച്ചു, ബോർഡെല്ലാം വെച്ചു. അപ്പോൾ ഞാൻ അവരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഒരു 10-50 പിള്ളേരോളം വന്നു. അപ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തായിരിക്കുമെന്നുള്ള ധാരണയിൽ അവർ അഗ്രിമെൻ്റ് എല്ലാം മാറ്റി ഒരു ഫാക്കൽറ്റി എന്നുള്ള ഇതിൽ വയ്ക്കാം, കുറച്ച് ഫാക്കൽറ്റീസിന് വയ്ക്കും, അതിലൊരാളാണ് മാധവൻ, അങ്ങനെയാണെങ്കിൽ മാത്രം നിന്നാൽ മതി എന്നുള്ളൊരു നിലയിലോട്ട് ഡിസ്കഷൻ വന്നു. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. നേരത്തെ ഉള്ള അതേപോലെ തന്നെ ഞാൻ ഈ വർഷം എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ അത്ര വർഷം കഷ്ടപ്പെട്ടു ഉണ്ടായത്. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ PSC ഒന്നും കിട്ടുന്നില്ല, ട്യൂഷൻ പ്രോഗ്രാം ഒന്നും കിട്ടുന്നില്ല, അത് നിങ്ങളെ കൊണ്ട് പറയിച്ചത് ഞാനാണ്, അത്രത്തോളം ഇരുന്ന് കഷ്ടപ്പെട്ടത് ഞാനാണ്. അപ്പോൾ എനിക്ക് അടുത്ത വർഷം അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. PSC ഇരുന്ന് പഠിക്കാനായിട്ട് എനിക്ക് ഉപദേശവും തന്നു. അത് നീ ഇങ്ങനെ സ്ഥാപനം നട്ടാൽ നടക്കില്ല, ഒരു കാര്യം ചെയ്യുന്നു, PSCക്ക് ഇരുന്ന് പഠിച്ച് സെറ്റായിട്ടൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവാൻ നോക്കുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വീട്ടിൽ വരുന്നത് വരെ എൻ്റെ ഉള്ളിൽ ഫുള്ള് ഫയറായിരുന്നു. തിരിച്ചു പിടിക്കണം, അതായത് എനിക്കൊരു സ്ഥാപനം ഇടണം എന്നുള്ളൊരു, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അന്ന് എനിക്ക് 25 വയസ്സാണ്. ഞാൻ വീട്ടിൽ വന്ന് ഫുള്ള് തളർന്നിരിക്കുക. കാരണം എൻ്റെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ല, എന്നെ അവരെല്ലാവരോടും മുതലാക്കി എന്നുള്ള വിചാരത്തിലായിരിക്കണം. എൻ്റെ ഒരു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കും വീട്ടിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്കിപ്പോൾ 25 വയസ്സായി, നിൻ്റെയും നിൻ്റെ അനിയനെയും ഞങ്ങൾ നല്ലപോലെ, എൻ്റെ അച്ഛനമ്മയും കൂലിപ്പണിക്കാരാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ആക്കിയത്. അപ്പോൾ നിന്നെയും പഠിപ്പിച്ചു, നിൻ്റെ അനിയനെയും ഞങ്ങൾ പഠിപ്പിച്ചു, നീയൊക്കെ പഠിച്ചൊരു നിലയിലെത്തി ഞങ്ങളെ നോക്കുന്നതാണ് വിചാരിച്ചത്. നിനക്കിപ്പോൾ 25 വയസ്സായി, നിൻ്റെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷവും നീ ഇപ്പോൾ വീട്ടിൽ 1 കിലോ അരി വാങ്ങിത്തരാൻ നിൻ്റെ കാശുണ്ടോ? ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ, ഒരു പച്ചക്കറി വാങ്ങിച്ചു തരാൻ ഒന്നുമില്ല. നീ പിന്നെ എന്താ ചെയ്യുന്നത് ചോദിച്ച് അമ്മയും കൂടെ ചേർന്ന് കരഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ ഇപ്പോൾ ചില ആളുകളൊക്കെ ദൈവം പോലെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ദൈവങ്ങൾ തന്നെയാണ്. അതേ നാട്ടിലുള്ള സക്കീരണൻ, പേരെനിക്ക് പറയേണ്ടതുണ്ട്, സക്കീരണനെ വിളിച്ച്, സക്കീരണൻ എനിക്കൊരു ബിൽഡിംഗ് വേണം, ട്യൂഷൻ സെൻറ്റർ ആരംഭിക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ശരി വൈകുന്നേരം ഭാഗം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് നേരിട്ട് പോയി കഥകളെല്ലാം പറഞ്ഞ് അങ്ങേര് എന്നോട് പറഞ്ഞത് അഗ്രിമെൻറ്റ് വെക്കണ്ട, ഒരു അഡ്വാൻസ് എനിക്ക് തരണ്ട, നിനക്ക് കിട്ടുന്ന വരുമാനത്തിൽ നീ എന്ത് തരാൻ ഉദ്ദേശിക്കുന്നത് തന്നാൽ മതി എന്ന് പറഞ്ഞു ദൈവം. രണ്ടാമതൊരു ദൈവം എൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ അഫ്സൽ, അവൻ 70% മൊത്തം ട്യൂഷൻ സെൻറ്ററിൽ ഇടേണ്ട മൊത്തം ചിലവിൻ്റെ 70% അവൻ തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവനാണ് എനിക്ക് ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി തന്നത്. വൈകുന്നേരം വരെ അവരവൻ്റെ പണിയെല്ലാം കഴിഞ്ഞ്, വെൽഡിങ് മറ്റു പണിയാണ്, അതെല്ലാം കഴിഞ്ഞ് വന്ന് ഈ ബിൽഡിങ്ങിൽ കയറി
ഞാനും എൻ്റെ അനിയനും അവനും കൂടിയിട്ടാണ് ബെഞ്ചും ഡെസ്കെല്ലാം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ ഡിസ്കഷൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നീ ഒരു PSC ഒക്കെ നോക്കുമെന്ന് പറഞ്ഞ ഡിസ്കഷന് തൊട്ടടുത്ത ദിവസം ഞാൻ അതേ സ്ഥാപനത്തിൽ പോവുകയാണ്. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയെന്ന് പറയണമല്ലോ. അങ്ങനെ ഇറങ്ങുമെന്ന് പറയാൻ വേണ്ടി ആ സ്ഥാപനത്തിൽ കയറിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവില്ല. അവർ പറയുന്നത് ഞങ്ങൾ ട്യൂഷൻ സെൻറ്റർ കണ്ടിട്ടല്ല വന്ന്, മാധവ് സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് വന്നത്. പക്ഷെ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിരുന്നില്ല. അത് അവരോട് ഞാൻ പറയുക, ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ ഇറങ്ങുകയാണ്. സാറിനെ പഠിപ്പിക്കണം, സാറിനെ കേട്ടാൽ ഞങ്ങൾ വന്നത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും സാറെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വെറും 3 ദിവസം കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി തത്തമംഗലം മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് സിഗ്നേച്ചർ ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബോർഡ് നിങ്ങൾ കാണും, കണ്ടാൽ നിങ്ങൾ അതിനകത്ത് കയറിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ആ 1-ാം തീയതി രാവിലെ 6:30 വരെ ഞങ്ങൾ ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു 15 ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കി. 3 ദിവസത്തിൽ രാത്രിയിലുള്ള പരിപാടി ഇതല്ല. അപ്പോൾ 15 ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് 6:30 ഇറങ്ങി. അതുവരെ ഒരു കുട്ടിയിലും വന്നിട്ടില്ല. 7:10 ഞാൻ സ്ഥാപനത്തിൽ കയറി വരും. സ്റ്റെയർ കേസ് കയറി പെട്ടെന്ന് എൻ്റെ ഹാളിലോട്ട് കയറുമ്പോൾ 2 സൈഡുള്ള ബെഞ്ചും ഡെസ്കിലും ഫുൾ ആൾക്കാർ, 50 പേര് എണിച്ച് നിന്ന് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് എന്നെ വരവേറ്റ നടുവിലൂടെ പോയ ഒരു നടത്തമുണ്ട്. അതെനിക്കിപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലൊരു എക്സ്പീരിയൻസ് ഇതുവരെ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. സൈലത്തിനകത്ത് 2000 കേട്ടോ 8000-ലധികം വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ നടന്നു പോയിട്ട് അവരുടെ ഒരു ഓളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്കിപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു ഓളമാണ്. കാരണം അതെ, ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് മറക്കാൻ പറ്റില്ല. അത്രത്തോളം ഹെവി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിൽ ഞെട്ടിപ്പിച്ച വേറൊരു കാര്യം, ഈ 3 ദിവസത്തിൽ ഒരാൾ പോലും സാർ വല്ലതും നടക്കുമോ ഉണ്ടാവുമോ എന്ന് ഒരാൾ പോലും എന്നെ വിളിച്ചു ചോദിച്ചില്ല. ആ ഒരു ഡൗട്ടേ ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയുന്നില്ല. അതാണ് പിള്ളേർക്ക് സാറിലൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് എന്നെ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യമാണ്. ഒരാൾ എന്നെ വിളിച്ചിരുന്നില്ല. പക്ഷെ ജൂൺ 1-ാം തീയതി കാലത്ത് എല്ലാവരും അവിടെ വന്നു. അത്രയും കുട്ടികൾക്ക് സാറിനോടുള്ള ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണത്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേറെ എന്ത് വേണം ചെയ്യാം. പക്ഷെ അവർ ഇല്ല ഞങ്ങൾക്ക് ഈ സാറ് വേണം എന്ന് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു. അത് മാത്രമല്ല, അന്ന് മുതൽ എൻ്റെ ട്യൂഷൻ ആരംഭിച്ചത് മുതലുള്ള 6-ാം ക്ലാസ് മുതൽ ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ട്. 6-ാം ക്ലാസ്സിലുള്ള ആമിനെ അടക്കം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുക. ആമിനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ക്ലാസ് എടുക്കുന്ന സമയത്തെല്ലാം പറഞ്ഞത്, ദാസേട്ട ക്ലാസ് ശരിക്കും ദാസേട്ട ഇവിടെ ഇരിക്കേണ്ട ആളല്ല. ആ കൊച്ച് എത്ര വർഷം മുമ്പ് പറഞ്ഞതാണ്. അവൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ദാസേട്ടൻ ഇവിടെ ഇരിക്കേണ്ട ആളൊന്നുമല്ല, ദാസേട്ടനൊക്കെ വലിയ റേഞ്ചിൽ എത്തേണ്ടതാണ്, ഇവിടെ ഒന്നും ഒതുങ്ങേണ്ട ആളല്ല. സാറിൻ്റെ ക്ലാസ് എല്ലാവരും കാണണം, എല്ലാ കുട്ടികളും കാണണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അടിച്ചു വിട്ടാൽ അത് ഇത്രത്തോളം സ്കോപ്പ് ഉണ്ടാവും. നമ്മൾ കൊറോണയ്ക്ക് ശേഷമാണ് എട്ടെക് എന്ന് പറയുന്നത് ഇതിലോട്ട് വരുന്നത്. ബോർഡും ചോക്കും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലോട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഒരു റൂമിലിരുന്ന് ഇത്ര 20,000+ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ഇമാജിൻ പോലും ചെയ്തിട്ടില്ല ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ കുട്ടികളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, നീ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവളത് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. നീ പറഞ്ഞ പോലെ തന്നെ നടന്നിട്ടുണ്ട്, നിന്റെ നാസേട്ടൻ ഇപ്പോൾ എല്ലാവരും കാണുന്ന ഒരാളായി മാറിയിട്ടുണ്ട്, എല്ലാവരും അറ്റ് എ ടൈം ഇരുന്ന് ഞാൻ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പ്രൗഡ് എല്ലാവരും. എൻ്റെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും, പഴയ സ്റ്റുഡൻസ് എല്ലാവരും പറയുന്നത് അവർക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇപ്പോൾ പറയാൻ, മാധവ് സാറ് ഞങ്ങളുടെ സാറാണ്, ഈ സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ സാർ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും വിശ്വസിക്കത്തില്ല. അത്ര നീ ചുമ്മാ അടിച്ചു വിടുക, നീ ഒന്ന് പോയിക്കാം മാധവ് സാർ നിന്റെ സാറാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ശരിക്കും ഇപ്പൊ ഈ നാളെ എനിക്കൊരു കെമിസ്ട്രി എക്സാം ആണ്. ഞാൻ ഇതുവരെ ഇന്നേ വരെ ഞാൻ ഈ കെമിസ്ട്രിയുടെ പുസ്തകം തൊട്ട് പോലും നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് രാത്രി വന്നിരുന്ന് സാറിൻ്റെ ലൈവോ അല്ലെങ്കിൽ ഒരു സെഷനോ കണ്ടാൽ എനിക്ക് നാളെ മാർക്ക് ഉറപ്പാണ്, നല്ല മാർക്ക് കിട്ടും, 100% ഗ്യാരണ്ടിയാണ്. അതെ, ഇതിപ്പോൾ കാണുന്ന വിദ്യാർത്ഥികൾ എത്ര പേരുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഇവിടെ അതിന് ആൻസർ പറയും. കാരണം അത്രയും ആളുകൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. സാർ എനിക്കൊന്നും അറിയില്ല, സ്കൂളിലെടുത്ത ടീച്ചേഴ്സിൻ്റെ പ്രശ്നം നമ്മളൊന്നും പറയുന്നില്ല, കുട്ടികളെ ശ്രദ്ധിക്കാത്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വല്ല ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും, എന്തെല്ലാം സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്ലാസ്സുകൾ നേരെ അറിയില്ല, ടോപ്പിക് അറിയില്ല, നാളത്തെ എക്സാമിന് ഏതൊക്കെ വരുമെന്നോ എങ്ങനെയാണ് എഴുതേണ്ടതെന്നോ ഒന്നും മനസ്സിലായിട്ടുമില്ല, ആൻസർ എഴുതേണ്ടത് എന്താണെന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ചാപ്റ്ററിൻ്റെ പേര് പോലും അറിയില്ല. പ്രശ്നമേല ഒരു രാത്രി കൊണ്ട് അവരിലേക്ക് അത് എത്തിക്കാൻ പറ്റും. കാരണം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ കൊറോണ സമയത്തടക്കം പല യൂട്യൂബേഴ്സ് ഇട്ടത് എക്സാം മാറ്റി വെക്കണം. ഇതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. എക്സാം മാറ്റി വെക്കുന്നതിലോട്ട്, എക്സാം ടഫാക്കാതിരിക്കുന്നതിലോട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. എക്സാം ടഫാക്കണം, ഒന്ന് എക്സാം മാറ്റി വെക്കുക എന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം അത് പ്രത്യേകിച്ച് ഒരു ടീച്ചർ പറയരുത്. ഏത് സമയത്താണ് എക്സാം ആണെങ്കിൽ പോലും അവരെ ഞാൻ നിന്നെ റെഡിയാക്കി തരാം. അതായത് ഏത് സമയത്ത് എക്സാം വെക്കുന്നു എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, നിന്നെ ഞാൻ അതിനെ റെഡിയാക്കി തരും, നാളെ എക്സാം ആണെങ്കിൽ പോലും നിന്നെ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറയുന്നവനായിരിക്കണം ഒരു അധ്യാപകൻ. അല്ലാതെ നീ ഒന്നും പഠിച്ചിട്ടില്ല, നിനക്കൂടെ നടക്കുന്ന കാര്യമല്ല, നമുക്ക് എക്സാം മാറ്റി വെക്കാൻ പറയാം, അതല്ല.
ആ ടോപ്പിക്ക് അവനിലോട്ട് ഈസിയായി എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയണം. ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവനെ ഞാൻ റെഡിയാക്കണം. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ എക്സാമിന് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം, ഏതൊരു ലൈവിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്ന കാര്യം, ഇവിടെ നിങ്ങൾ സമയം ചെലവഴിച്ച് എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന മുഴുവൻ ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി പഠിപ്പിച്ചു തരും. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിക്കേണ്ട, ലൈവിൽ തന്നെ ഇരുന്ന് പഠിപ്പിച്ചു തീർക്കും. ഈ സ്ലൈഡ് ഞാൻ എടുത്ത് മാറ്റുമ്പോഴേക്കും ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ടോപ്പിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ സാർ ഇത്രയും പഠിക്കണോ എന്ന് പറഞ്ഞ് അവർ ഞെട്ടുമ്പോൾ തന്നെ അവരോട് പറയുന്നത് ഞെട്ടേണ്ട ഒരു ആവശ്യമില്ല, ഇത് പഠിച്ചിട്ട് നമ്മൾ അടുത്തോട്ട് പോകുള്ളൂ, പിന്നീട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇത് പഠിക്കാനുള്ള ട്രിക്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെയിലി ലൈഫ് എക്സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്നതാണ്. സിനിമയിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്താൽ അത്രയേ ഉള്ളൂ. ഇനി ഇത് പഠിക്കണം, കാണാതെ പഠിക്കുന്നതും മനസ്സിലാക്കി പഠിക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. കാണാതെ പഠിച്ച ഒരാൾക്ക് ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണാതെ പഠിച്ചു, ആർക്ക് വേണമെങ്കിലും നിങ്ങളെ വന്ന് കൺഫ്യൂസ് ചെയ്യാം. അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കൺഫ്യൂസ് ആയിപ്പോൾ. എക്സാമിൽ മാറി ചോദിച്ചാൽ പോലും അറിയത്തില്ല, കാരണം ഞാൻ ഇതല്ല പഠിച്ചത്, എനിക്ക് അറിയത്തില്ല. മനസ്സിലാക്കി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മതി. കാണാതെ പഠിക്കുന്നവർ പേജ് നമ്പർ പോലും കാണാതെ പഠിക്കുന്നവരാണ്. അവരെ വെച്ച് നമുക്കൊരു കാര്യമില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല, അത് ഞാൻ എൻകറേജ് ചെയ്യാറുമില്ല. അത് ഞാൻ ലൈവിലും പറയാറുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നില്ല. മറ്റേ ഒരു വീഡിയോ ഉണ്ടല്ലോ, മറ്റേ ഏതൊരു സിനിമയുടെ റെഫറൻസ് വിജയ് വരുന്നു, അത്രേ ഉള്ളൂ സംഭവം. 10 സെക്കൻഡിൽ പറയാവുന്ന കാര്യമാണ്. അങ്ങനെ സിനിമയുമായിട്ട് ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചവരാണ്. എന്നെ പഠിപ്പിച്ചവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയോ ഈ സമയത്ത് തഴയുകയോ അല്ല. ഞാനൊരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു. ആ കഷ്ടപ്പെട്ട് ഇങ്ങനെയാണ് ഇതിങ്ങനെ പഠിച്ചു വെക്കുക, ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനൊരു വലിയ മാറ്റം ഉണ്ടാവണം. ഞങ്ങൾ അനുഭവിച്ച ഒരു കഷ്ടപ്പാട് ഞങ്ങളിലൂടെ നിങ്ങൾ അനുഭവിക്കരുത്. അത്രേ ഉള്ളൂ. പഠിക്കുന്ന സമയത്ത് ശരിക്കും സ്കൂളിൽ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നോ? 10ാം ക്ലാസ് വരെ പഠിപ്പിസ്റ്റ് എന്നൊരു അവഗണന കേട്ടിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവഗണനയാണെന്നുള്ള +1 പോയപ്പോഴാണ് മനസ്സിലായത്. കാരണം ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ഞാൻ 10ാം ക്ലാസ് വരെ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ഇരുന്ന ഞാൻ +1 +2 60 പേരിലെ ലാസ്റ്റ് ബെഞ്ചിൽ ലാസ്റ്റായിരിക്കുന്നത്. എന്നെക്കാൾ സ്മാർട്ടായിട്ടുള്ള എത്ര പേരുണ്ട്. 10ാം ക്ലാസ് ഞാൻ ഭയങ്കര സ്മാർട്ടെന്ന് സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും ഞാനടക്കം വിചാരിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞാൻ പഠിച്ചത് കൊണ്ടല്ല, എൻ്റെ കൂടെയുള്ളവർക്ക് എന്നേക്കാൾ പഠിക്കാനുള്ള കഴിവില്ലാഞ്ഞു പോയി. അത്രയേ ഉള്ളൂ. പുറത്ത് പോയപ്പോഴാണ് അറിയുന്നത് നമ്മളൊന്നുമല്ല, ഇതെത്ര പിള്ളേരാ, എന്താ പഠിപ്പ്. ടീച്ചേഴ്സൊക്കെ വന്ന ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യം അറിയുന്നു, അങ്ങോട്ട് ക്യാൻസർ പറയുന്നു, എനിക്കിത് എന്താ എടുക്കുന്നതെന്നേ അറിയുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അതും വാശിയും. ഇത് കുട്ടികളും ചോദിച്ചിട്ടുണ്ട്, സാർക്ക് എത്ര A+ ഉണ്ട്. അവരോട് എല്ലാവരോടും ചോദിക്കുന്ന ആളുകളോടെല്ലാം എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ വാങ്ങിക്കുന്ന 10ാം ക്ലാസ്സിലെയും +2ലെയും മാർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നില്ല. അതെല്ലാം ജസ്റ്റ് മാർക്ക് വാങ്ങി ഇവിടെ ഷെൽഫിൽ എടുത്ത് വെക്കാവുന്ന പേപ്പർ മാത്രമാണ്. അതിനുശേഷം നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ ഫുൾ A+ ആണ്, എത്ര വർഷം പറഞ്ഞുകൊണ്ടിരിക്കും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്ന് പറഞ്ഞാൽ എപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണെങ്കിൽ 1-2 മാസം ട്രോഫിയും തന്ന് നാട്ടുകാരും പഞ്ചായത്ത് അനുമോദിക്കും, കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. +1 അഡ്മിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കീ മാത്രമാണത്, ഒരു റാങ്ക് ലിസ്റ്റ് ഇടാനുള്ള സംഭവം മാത്രം. അതേപോലെ +2ലും അതല്ല, അതോടെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മളാണ് മത്സരിച്ച് ജീവിക്കേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മത്സരിക്കുകയാണ് കൂടെയുള്ളവരോടും എല്ലാവരോടുമായിട്ട്. അപ്പോൾ മാർക്കിൻ്റെ അളവിൽ വെച്ച് ഒരാളെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കിനപ്പുറത്ത് നല്ല മാർക്ക് വാങ്ങിച്ചവൻ വളരെ വലിയ ലെവലിൽ എത്തുന്നു, മാർക്ക് കുറവുള്ളവൻ എവിടെ എത്തില്ല എന്നൊന്നുമില്ല. അവന് സ്കില്ല് വെച്ചിട്ട് തന്നെ. ഇപ്പം ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ പഠിക്കുക എന്ന് പറയുന്ന അറിവ് നമുക്ക് കിട്ടണം. അതിനപ്പുറത്ത് എല്ലാവരും പോകുന്ന ട്രാക്കിൽ പോവാതെ മറ്റേതെങ്കിലും ട്രാക്കിലോട്ട് കയറി ചെന്നേ പറ്റും. എല്ലാവരും പറയും നീ ഡോക്ടറാണോ, നീ എഞ്ചിനീയർ ആണോ, അത് കേട്ട് പരിചയമില്ല. എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ, ഇവർ ആരും നോക്കും, എല്ലാവരും ഡോക്ടറായി, ആരെ നോക്കും? സ്വന്തമായിട്ട് പനി വന്ന് സ്വന്തമായിട്ട് ടാബ്ലറ്റ് എഴുതി കുടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്ത് എന്താ, വേറെ യുണീക്കായിട്ടുള്ള ആരും പോകാത്ത വഴിയിലൂടെല്ലാം പോയിട്ട് അവിടെ ബ്രൈറ്റ് ആവണം, ആ സാധ്യതകൾ കണ്ടെത്തണം, അതിനുവേണ്ടി അവരവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതാണ് വേണ്ടത്. ഈ ചേട്ടനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അവര് ഇത് കണ്ടിട്ട് എന്തെങ്കിലും എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ വേറെ ചോദ്യത്തിന് ആൻസറും കൂടെ ലിങ്ക് ചെയ്തൊരു കാര്യം പറയാം. MSc എല്ലാം കഴിഞ്ഞു, ഞാൻ സ്വന്തമായി സ്ഥാപനം ഇട്ടു, ട്യൂഷൻ സെൻറ്റർ ഇട്ടു. ആ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഡിഗ്രിയിൽ പഠിപ്പിച്ച ഒരു സാറുമായി ഞാൻ ഒരു ചെറിയൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത്. കോളേജിൽ വെച്ചാണ്. ഞാൻ കോളേജിൽ ആളെ കാണാൻ പോയി. സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, റോങ് അല്ലേ? സാറാണ് പറഞ്ഞിരുന്നെങ്കിൽ പറയുക, മറ്റാരെങ്കിലും പറഞ്ഞ് ഞാൻ ആളോട് ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതെന്നോട് സമ്മതിക്കാതെ വേറെ പല കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തി അങ്ങനെ ഒരു വാക്ക് തർക്കത്തിലോട്ട് പോയി.
ഞാൻ അങ്ങനോട് പറഞ്ഞു ഇല്ല അതൊന്നും ഇവിടെ പറയുന്നില്ല. ഞാൻ അത് ശരി. അല്ല റോങ് ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. വളരെ സഭ്യമായ ഭാഷയിൽ വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ ആൾ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് എനിക്കത് പറ്റാതെ പോയത്. കാരണം സാറെ എതിർത്ത് അങ്ങനെ ഒരാളും വർത്താനം പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ആൾ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, നീ ഒരു അധ്യാപകനാകാൻ താല്പര്യപ്പെടുന്നവനല്ലേ, നീ ഒരു അധ്യാപകൻ ആഗ്രഹിക്കുന്നവനല്ലേ, നീ അത് തുടങ്ങിയിട്ടില്ലല്ലോ, നീയെക്കുറിച്ച് സാറാവുന്ന എനിക്കൊന്ന് കാണണം. ഇതാണ് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്. അതായത് നമ്മൾ എന്തെന്നെ തെറ്റ് ചെയ്താലും സ്റ്റുഡൻ്റാണ്, എൻ്റെ മോനാണ് എന്നൊരു തോന്നലും അതിനപ്പുറത്ത് ക്ഷമിക്കാനുള്ളൊരിതും അല്ലെങ്കിൽ തിരുത്താനുള്ളൊരിതും. ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് ഞാൻ ഒരു റോങ് ആയിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് ഞാൻ സംസാരിച്ചത്. സാറെ ഹേർട്ട് ചെയ്യുന്ന പോലും ഞാൻ വർത്തമാനം പറഞ്ഞിട്ടില്ല, റോങ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കോളേജിൽ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ സാറ് എന്നെ സമാധാനപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ആൾക്ക് എന്തോ അപ്പം തോന്നിയിട്ട് ആൾ എന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ശാപം പോലെ തന്നെയാണ് പറഞ്ഞത്. താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവരൊറ്റ വീട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ആൾക്കും അതേ എന്താ പറയുക, ചിറ്റൂർ തത്തമ്മൽ ചിറ്റൂർ അടുത്തടുത്ത് തന്നെയാണ്. അവിടെ ഒരു സ്ഥാപനമുണ്ട്. ഇതൊക്കെ അങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം, സീരിയസ്ലി ക്ഷമിക്കണം. അപ്പോൾ ആ സ്ഥാപനത്തിനെതിരെ മീൻസ് ആ സ്ഥാപനം വളർന്നതിനേക്കാൾ എൻ്റെ സ്ഥാപനം വളരണം, എൻ്റെ കുട്ടികൾ കൂടുതൽ വരണം. അപ്പോൾ ആ സാറിൻ്റെ പേര് കേട്ട ഭാഗങ്ങളിലെല്ലാം മാധവ് സാർ എന്നുള്ള പേര് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് സാർ ഈ പറഞ്ഞ കാര്യത്തിന് എതിരായിട്ട് തന്നെയാണ്. അതായത് എന്താവണ്ട എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നു അതായി കാണിച്ചു തരാം എന്ന വാഴ്ചയിലാണ് ഞാനിരുന്നത്. അപ്പോൾ ആ ഒരു സാർ ഞാൻ സൈലത്തിൽ വന്നതിന് ശേഷം തിരിച്ച് ഞാനും അഞ്ചുവല്ല എൻ്റെ കോളേജ് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോളേജിലോട്ട് പോയപ്പോൾ സാർ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എൻ്റെ ക്ലാസ്സൊക്കെ കൊള്ളാം, നന്നായി പോകുന്നു, കുട്ടികളൊക്കെ പറയാറുണ്ട്. കാരണം സാറും +1 +2 പഠിപ്പിക്കുന്നത്, അതായത് സാറ് സ്ഥാപനത്തിൽ ട്യൂഷൻ സെൻറ്ററിൽ സാർ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സെല്ലാം പിള്ളേരെല്ലാം ക്ലാസ്സിലെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്ക് യു സാർ പറഞ്ഞ ഒറ്റ വാക്കിലാണ് ഞാൻ വിട്ടു. അതേപോലെ ഡിഗ്രി പഠിപ്പിച്ച സാർ വേറെ ആളുകളെല്ലാം വിളിച്ചിട്ടുണ്ട്, അവരുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ പഠിപ്പിച്ചൊരു സാറിൻ്റെ മോൻ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക, ഇപ്പം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് സാർ, ഇത് ഞാൻ പഠിപ്പിച്ച അത് നിന്റെ സാറെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാർ എന്നെ നമ്പറിലേക്ക് വിളിച്ചു. മാധവ നിന്റെ ക്ലാസ് എൻ്റെ മോൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് കാണുന്നത്, വളരെ നന്നായിട്ടുണ്ട്, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.